ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് എത്തിയിരിക്കുന്നത് വിവോയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ വിവോ Y39 എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ യൂട്യൂബിലേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. എന്നാൽ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ ഫോണിൻ്റെ ഒരു ചെറിയ അൺബോക്സിംഗ് വീഡിയോ കാണാം. Clear case, 44-watt adapter, Type-C cable, SIM tool, quick start guide. ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഡിസൈൻ തന്നെയാണ്. വിവോ അതുപോലെ ഒരു ഡിസൈനാണ് ഈ ഫോണിന് നൽകിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഫിനിഷ് പോലെ തോന്നിപ്പിക്കുന്ന ഡിസൈനാണ് ബാക്ക് സൈഡിൽ നൽകിയിരിക്കുന്നത്. ഗ്ലാസ് ഫിനിഷ് അല്ല, പ്ലാസ്റ്റിക് ആണ്. പക്ഷേ എന്നാൽ കൂടിയും ഒരു മാറ്റ് ഫിനിഷ് വിവോ ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ കൈമലത്തെ പാടുകളൊന്നും ഫോണിൻ്റെ ബാക്ക് സൈഡിൽ പറ്റിപ്പിടിക്കില്ല. നല്ലൊരു ഡിസൈനാണ് വിവോ ഈ ഫോണിന് നൽകിയിരിക്കുന്നത്. വിവോ ഈ ഫോണിൽ നൽകിയിരിക്കുന്ന ഏറ്റവും നല്ലൊരു ഫെസിലിറ്റിയാണ് മിലിറ്ററി ഗ്രേഡ് ഷോക്ക് റെസിസ്റ്റൻറ്റ് എന്ന ഫീച്ചർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ നിന്ന് ഈ ഫോൺ വീഴുകയോ ഒന്ന് ചെറുതായിട്ട് തട്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ ഫോണിന് യാതൊരു വക ഡാമേജസും സംഭവിക്കില്ല. അതുപോലെ തന്നെ ഇതിൽ IP64 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൂഫ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ചെറുതായിട്ട് മഴയത്ത് പോകുമ്പോഴൊക്കെ മഴ നനഞ്ഞാലോ ചെറുതായിട്ട് വെള്ളം കയറിയാലൊന്നും നമുക്ക് യാതൊരു വക ഇഷ്യൂസും ഈ ഫോണിന് സംഭവിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോൺ ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ സൈഡ് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു HD+ IPS LCD ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. അതിന് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടച്ച് റെസ്പോൺസ്ഡ് ഡിസ്പ്ലേ ആയിരിക്കും. നല്ല സ്മൂത്തായിരിക്കും ഡിസ്പ്ലേയുടെ റെസ്പോൺസ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ HD+ ഡിസ്പ്ലേ ആണെങ്കിൽ കൂടിയും നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് വിവോ ഈ ഫോൺ നൽകിയിരിക്കുന്നത്. പൊതുവെ HD+ ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ ക്ലാരിറ്റി പൊതുവെ കുറവാണ്. വിവോയുടെ ഫോണിൽ കുറച്ചും കൂടി ക്ലാരിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ഈ ഫോണിൻ്റെ എടുത്തു പറഞ്ഞ മറ്റൊരു ഫീച്ചറാണ് ഈ ഫോൺ നൽകിയിരിക്കുന്ന ക്യാമറ. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് ലഭിക്കുന്ന ഒരു ക്യാമറയാണ്. അതും സോണിയുടെ 50 മെഗാപിക്സലിൻ്റെ സെൻസറാണ് ഈ ഫോണിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും ഡീറ്റെയിൽസുമുള്ള ഫോട്ടോസ് നമുക്ക് ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡറി ക്യാമറ ആയിട്ട് നമുക്ക് വരുന്ന ഒരു 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറാണ്. അതുപയോഗിച്ച് നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസുകളൊക്കെ തരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ മെയിൻ ക്യാമറ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോസ് നല്ല ഡീറ്റെയിൽസും ഉണ്ട്. അത്യാവശ്യം നല്ല എൻഹാൻസ്ഡ് ഫോട്ടോസാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ സൈഡ് പറയുകയാണെങ്കിൽ നമുക്ക് 8 മെഗാപിക്സൽ ഷൂട്ടറാണ് ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഫ്രണ്ട് ക്യാമറ ഫോട്ടോസ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ഡെപ്ത് കുറച്ച് അത്യാവശ്യം നന്നായിട്ട് എടുത്ത് കാണിക്കുന്ന കുറച്ച് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസുകളാണ് നമുക്ക് ലഭിക്കുന്നത്. എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസാണ് നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ നിന്നും കാണിക്കുന്നത്. നാച്ചുറൽ ഫോട്ടോസുകളല്ല, അത്യാവശ്യം ബൂസ്റ്റഡ് ഇമേജസ് ആണ് നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ നിന്നും ലഭിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ് ഈ ഫോണിൻ്റെ ബാറ്ററി നമുക്ക് 6500 mAh പ്രിയമണ്ടൻ ബാറ്ററിയാണ് ഈ ഫോൺ നൽകിയിരിക്കുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഫോണിൻ്റെ ബോക്സിനോടൊപ്പം തന്നെ വിവോ നൽകിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട മറ്റ് ഫീച്ചേഴ്സുകൾ പറയുകയാണെങ്കിൽ നമുക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് സെൻസറാണ് ഈ ഫോണിൽ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഫാസ്റ്റായ പെർഫോമൻസ് നമുക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് നിന്നും ലഭിക്കുന്നുണ്ട്. പിന്നെ ഇത് 2 RAM സ്റ്റോറേജ് വേരിയൻറ്റിലാണ് ലഭിക്കുന്നത്. 8GB RAM 128GB സ്റ്റോറേജും അതുപോലെ തന്നെ 8GB RAM 256GB സ്റ്റോറേജ് എന്നിങ്ങനെ 2 വേരിയൻറ്റ് നമുക്ക് ഈ ഫോൺ വരുന്നുണ്ട്.
ഈ ഫോൺ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് നമുക്ക് 8 GB റാമും 128 GB സ്റ്റോറേജ് വേരിയൻറ്റിൻ്റെ റേറ്റ് വരുന്നത് 16,999 രൂപയും 8 GB റാമും 256 GB സ്റ്റോറേജ് വേരിയൻറ്റിൻ്റെ റേറ്റ് വരുന്നത് 18,999 രൂപയാണ് വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലത്തെ ടെക് സംബന്ധമായ വാർത്തകളും മൊബൈൽ സംബന്ധമായ വാർത്തകളും ലഭിക്കാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകൾ വീഡിയോയിൽ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ അത് ടൈപ്പ് ചെയ്ത് അറിയിക്കുക. പിന്നെ തുടർന്ന് നല്ല നല്ല വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതാണ്. ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നന്നായി ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. തുടർന്നും നല്ല നല്ല വീഡിയോസുകളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഞാൻ വൈശാഖ്.